ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ഇപ്പം നമ്മളുടെ വീട്ടിൽ വൈഫൈ റേഞ്ച് കുറവാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫൈബർ മോഡം ഉണ്ടാവും. അപ്പോൾ അതിന് പകരം ഇത്തിരി കൂടി പവർഫുള്ളായിട്ടുള്ള ഒരെണ്ണം മേടിച്ച് വെച്ചാലോ. ഓൺലൈനിലൊക്കെ ഒരുപാട് മോഡങ്ങൾ കണ്ടിട്ടുണ്ടാവും, റൗട്ടേഴ്സ്. ഒരുപാട് റൗട്ടേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു റൗട്ടർ മേടിച്ച് വെച്ചാലോ എന്ന് പറഞ്ഞ് പലരും ആ ഒരു ഓൺലൈനിൽ ആ ഒരു റൗട്ടർ ഓർഡർ ചെയ്യുകയും, എന്നാലത് ഇവിടെ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് റൗട്ടറാണത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ചിലവർ മോഡം തന്നെ ഓർഡർ ചെയ്താലും ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ അത് കണക്റ്റ് ആവില്ല. അപ്പോൾ അത് എങ്ങനെയാണ്, എന്തൊക്കെ തരം റൗട്ടേഴ്സാണ് അല്ലെങ്കിൽ മോഡമാണ് മേടിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോ പറയുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിൽ ആ ഒരു കണക്ടിവിറ്റിയുടെ ഇഷ്യൂ വരുമ്പോൾ, ആ ഒരു റൗട്ടറിൻ്റെ ഇഷ്യൂ വരുമ്പോൾ, ഒരു റേഞ്ചിൻ്റെ ഇഷ്യൂ വരുമ്പോൾ, റേഞ്ചിൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് നോർമലി നമ്മൾ ആ ഒരു എക്സ്റ്റൻഡറോ അല്ലെങ്കിൽ കൂടിയ റൗട്ടറോ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കും. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ഒരു സർവീസ് പ്രൊവൈഡർ, ആ ഒരു ISP തന്നേക്കുന്ന ആ ഒരു മോഡം ഉണ്ടാവും. ആക്ച്വലി ഇപ്പോൾ മോഡെന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പോൾ അത് ONU ആണ്. ഫൈബർ ആയത് പിന്നെ ONU എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ ഒരു ONU നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ, അതായത് ആ ഒരു ഫൈബർ മോഡം എന്ന് നമുക്ക് അതിന് വേണ്ടി വിളിക്കാം, അവർ റീപ്ലേസ് ചെയ്യണമെങ്കിൽ അത് ആ ഒരു സർവീസ് പ്രൊവൈഡർ സപ്പോർട്ട് ചെയ്യുന്ന OLT ഉണ്ടാകും. അതായത് ഈ ഒരു OLT എന്നാണ് ആ ഒരു കണക്ഷൻസൊക്കെ വരുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യുന്ന OLTയിൽ വരുന്ന മോഡങ്ങൾ മാത്രമാണ് അത് സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് നമ്മുടെ വീട്ടിൽ ആ ഒരു കണക്ഷൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഓൺലൈനിലും മറ്റും വേറൊരു ഡിഫറൻ്റ് ആയിട്ടൊരു ബ്രാൻഡിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ വീട്ടിലോട്ട്. അതായത് ഈ വീട്ടിലിരിക്കുന്ന ഫൈബർ മോഡ്, അപ്പം നെറ്റ്ലിങ്കിൻ്റെ ആവാം, അല്ലെങ്കിൽ GNXൻ്റെ ആവാം, അല്ലെങ്കിൽ OPC, അങ്ങനെ പല കമ്പനികളുണ്ട്. അപ്പോൾ അത്തരം കമ്പനികളുടെ ആ ഒരു മോഡം മാറ്റിയിട്ട്, ആ ഒരു ഫൈബർ ONU മാറ്റിയിട്ട് അവിടെ നമ്മൾ മേടിച്ച് വെക്കുമ്പോൾ ഇതേ കമ്പനിയുടെ തന്നെ അല്ലെങ്കിൽ, അത് ഇതേ ബ്രാൻഡിൻ്റെ തന്നെ അല്ലാതെ വേറൊരു ബ്രാൻഡിൻ്റെയാണ് വെക്കണമെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സർവീസ് പ്രൊവൈഡറിന് അതവിടെ സപ്പോർട്ട് ചെയ്യില്ല, അവരുടെ OLTയിൽ അത് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മളത് മേടിച്ച് അവരുടെ അടുത്ത് കൊടുത്തിട്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ വയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം നമ്മുടെ വീട്ടിലിരിക്കുന്ന മോഡങ്ങൾ അല്ലെങ്കിൽ ONU മാറ്റാൻ ശ്രമിക്കാതെ അതിന് പകരം റൗട്ടേഴ്സ് മേടിക്കുക. ഇപ്പോൾ ഒരു ചിത്രത്തിലൊക്കെ കാണുന്ന പോലത്തെ റൗട്ടറുകൾ മേടിക്കാം. റൗട്ടർ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ എക്സിസ്റ്റിംഗ് ഉള്ള ആ ഒരു ONUനെ നിലനിർത്തിയിട്ട്, ആ ഒരു മോഡത്തെ നിലനിർത്തിയിട്ട് തന്നെ അവിടെ നിന്നൊരു കേബിൾ നേരെ നമ്മൾ ഈ ഒരു റൗട്ടറിലോട്ട് കണക്ട് ചെയ്യും. ഈ ഒരു റൗട്ടർ കണക്ട് ചെയ്യുമ്പോൾ ആ റൗട്ടർ നമുക്കറിയാം കൂടിയ റൗട്ടർ ആയിരിക്കും നമ്മൾ മേടിക്കുന്നത്. ചിലപ്പോൾ Wi-Fi 6 റൗട്ടറുള്ള പവർഫുൾ റൗട്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള പെർഫോമൻസും അത് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ സ്വയം Wi-Fi എക്സ്റ്റെൻഡ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അവനവൻ തന്നെ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഡിവൈസുകൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലത്തെ റൗട്ടർ മേടിച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓരോ ONUക്കും അല്ലെങ്കിൽ ഓരോ മോഡവും സർവീസ് പ്രൊവൈഡർ തന്നേക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ഓരോ മോഡത്തിൻ്റെയും ലാൻഡ് പോർട്ടിൽ കൂടി കുറഞ്ഞത് 1 GB ലാൻഡ് പോർട്ടാണ് ഒട്ടുമിക്ക എല്ലാ റൗട്ടറിനും വരുന്നത്. എല്ലാ GXൻ്റെ ആയാലും അല്ലെങ്കിൽ നെറ്റ്ലിങ്കിൻ്റെ ആയാലും എല്ലാ മോഡത്തിൻ്റെ ആ ഒരു ലാൻഡ് പോർട്ട് 1 GB വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് ഒരു ലാൻഡ് കേബിൾ വലിച്ച് ഡയറക്റ്റ് ഇതുപോലെ നമ്മൾ മേടിക്കുന്ന ആ റൗട്ടറിലോട്ട് കണക്ട് ചെയ്താൽ മാക്സിമം സ്പീഡ് നമുക്കവിടെ കിട്ടും. പിന്നെ ഇത് ഈ റൗട്ടർ കൂടിയ റൗട്ടർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ Wi-Fi 6 അല്ലെങ്കിൽ അതിന് മേലോട്ടുള്ള റൗട്ടർ ആയതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസും നമുക്കവിടെ വളരെ കൂടുതൽ ലഭിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ വെറുതെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ തന്നെ നമ്മൾ വെറുതെ ഒരു പ്രൊഡക്റ്റ് മേടിച്ചുകൊണ്ട് കാര്യമില്ല, നമുക്കതിൻ്റെ യൂസ് കിട്ടണം. അതുകൊണ്ട് തന്നെ ഈ റൗട്ടേഴ്സ് മേടിക്കുമ്പോൾ, മോഡം മേടിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് ഏതാണെന്ന് ഈ ഒരു സർവീസ് പ്രൊവൈഡറോട് കൺഫേം ചെയ്തതിന് ശേഷം ആ ഒരു ONU മേടിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ റൗട്ടർ മേടിക്കുക. റൗട്ടറുകൾ നമ്മൾ ഏത് മേടിച്ചാലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ മോഡത്തിൽ ഏതൊരു റൗട്ടർ മേടിച്ചാലും സപ്പോർട്ട് ചെയ്യുകയും ഈ ഒരു മോഡത്തിന് പകരം നമുക്ക് ആ ഒരു പുതിയതായിട്ട് വയ്ക്കുന്ന റൗട്ടറിൽ കൂടി നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് പലരും വരുത്തുന്ന ഒരു ചെറിയ മിസ്റ്റേക്കുകളിൽ ഒന്നാണിത്. പലരും ചോദിക്കാറുണ്ട്, ഞാൻ ഒരു റൗട്ടർ മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ലെന്നു സർവീസ് പ്രൊവൈഡർ പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് പ്രശ്നം. കാരണം അവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഫൈബർ വന്ന് കയറുന്നതാണ് ഈ ഒരു മോഡൽ അല്ലെങ്കിൽ ONU എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ഈ ഒരു റൗട്ടറിൽ നേരെ ഫൈബർ കുത്താൻ പറ്റില്ല. റൗട്ടറിൽ കുത്തുന്നത് കോയാക്സിൽ, അതായത് നമ്മുടെ Cat 6 കേബിളാണ് റൗട്ടറിൽ കുത്തുന്നത്. അത് നേരെ മോഡത്തിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ അതാണ് ഒരു സംഭവം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോട്ടും ഇതുപോലൊരു പവർഫുള്ളായിട്ടുള്ള റൗട്ടർ മേടിച്ച് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൗട്ടേഴ്സ് മേടിക്കുക. റൗട്ടേഴ്സ് മേടിച്ചിട്ട് എക്സിസ്റ്റിംഗ് മോഡത്തിൽ നിന്നിട്ട് ഒരു ലാൻഡ് കേബിൾ വലിച്ച് ഈ ഒരു റൗട്ടറിൽ കണക്ട് ചെയ്തിട്ട് ആ റൗട്ടർ വഴി ഉപയോഗിക്കാനായിട്ട് നോക്കുക. അല്ലാണ്ട് നമ്മൾ വെറുതെ ചാടിക്കയറി ആ ഒരു മോഡം കാര്യങ്ങളൊന്നും മേടിക്കുന്നത്. ഈ ഒരു റൗട്ടേഴ്സ് മേടിക്കാം. നിങ്ങൾക്ക് എത്ര റൗട്ടേഴ്സ് വേണമെങ്കിലും, എത്ര പവർഫുൾ വില കൂടിയുള്ള റൗട്ടേഴ്സ് മേടിച്ചിട്ടും ഈ ഒരു ലാൻഡ് കേബിൾ വഴി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ആ ഒരു വൈഫൈ കവറേജ് കൂട്ടാം, സ്പീഡ് കൂട്ടാം, എന്തും ചെയ്യാം. കാരണം ആ ഒരു പവർഫുള്ളായിട്ടുള്ള Wi-Fi 6 റൗട്ടേഴ്സൊക്കെ നമുക്കിപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത്.
അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.